എങ്ങനെയാണ് നിശ്ചയം ചേട്ടാ? എങ്ങനെയുണ്ടായിരുന്നു പടം? വെരി ഗുഡ്, എക്സലന്റ്, വെരി ഗുഡ് ഫാമിലി. എങ്ങനെയുണ്ടായിരുന്നു പടം? വണ്ടർഫുൾ, ഇറ്റ്സ് എ വണ്ടർഫുൾ ഫാമിലി മൂവി. എല്ലാവരും വാച്ച് ചെയ്യണം. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫാമിലി മൂവി. കുട്ടികളുടെയൊക്കെ പോകാൻ പറ്റിയ മൂവിയാണ്. സോ ഐ എൻജോയ്, മൈ ഫാമിലി എൻജോയ്. പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവിയാണ്, ഫാമിലി എൻ്റർടൈനറാണ്. പിള്ളേരൊക്കെ ആയിട്ട് എന്താണെങ്കിലും വന്ന് കാണണം. കാരണം വെക്കേഷൻ ടൈമിൽ ഇത്രയും കുട്ടികൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സിനിമ വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ കുട്ടികളൊക്കെ ആയിട്ട് വരും. നല്ല ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ്. എല്ലാവരും പെർഫോമൻസ് നല്ലതാ. മീൻസി എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു. നല്ല രസമാണ്, നല്ല ചിരിപ്പിക്കുന്ന എലമെൻറ്റ്സ് കുറേ ഇൻസീരിയസ് സൈഡിൽ നിന്നുണ്ട്. ഫാമിലി എൻ്റർടൈനറാണ്. അതേപോലെ എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇന്ദ്രനായിട്ടും അടിപൊളി, ഭയങ്കര റിയലിസ്റ്റിക്കുമാണ്, ഫണ്ണുമാണ്. എല്ലാവരും ടോട്ടലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി ഓഡിയൻസിൻ്റെ പടം നന്നായിട്ട് വർക്ക് ആവും. കാരണം കുറേ കാര്യങ്ങൾ ഫാമിലി റിലേറ്റഡ്, നമുക്ക് റിലേറ്റബിൾ ആണ് കഥ ഭയങ്കരമായിട്ട്. I actually quite enjoyed the film. It's a very good feel-good film. I think it's a nice film for like audiences to come into theaters and watch. It's, I think, a family-friendly, really fun film. Performance? I thought everyone had like a very, very nice meter that the director has captured. Everyone's got like a very funny, relatable like meter to the film itself. It's not your ordinary. It's not a very realistic film. It's a little more, in a fun space. നല്ല പടമായിരുന്നു, നല്ല പടമായിരുന്നു. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ ബയസ്ഡ് ആയിരിക്കും. ബിക്കോസ് മിച്ചൻ സർജാൻ എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. ഹീസ് ഡൺ എ വെരി ഗുഡ് ജോബ്. വിൻസി അടിപൊളിയായിട്ടുണ്ട്, ഒരുപാട് ചിരിച്ചു. പിന്നെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഫീൽ ഗുഡ് മൂവി, നൈസ്. ഫാമിലി ഡ്രാമ കോമഡി ഉണ്ട്. എല്ലാവരും ആ ഗ്രൂപ്പായിട്ട് 4 പേരും ഭയങ്കര രസമായിട്ട് അവരുടെ കെമിസ്ട്രി നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഐ എൻജോയ് ഇറ്റ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പടങ്ങൾ ഇപ്പോൾ കുറവാണല്ലോ വരില്ലേ. ആൻഡ് ഇന്ദ്രേട്ടൻ്റെയും ഇങ്ങനത്തെ ഒരു പടം വന്നിട്ട് കുറേ നാളായിട്ട് ഒരു ഫാമിലി എൻ്റർടൈനിങ് ആ ഒരു ഫാമിലി ഡ്രാമയുടെ ഉള്ളിൽ നടക്കുന്നത്. സോ ഐ തിങ്ക് അത് എൻജോയബിൾ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഐ മീൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ എല്ലാവരെയും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റിയാക്ഷൻസ് അറിയാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ സിനിമ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓഡിയൻസിൻ്റെ റിയാക്ഷന് വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുന്നത് ഇതുപോലെ ചിത്രം, അതായത് വലിയൊരു ആക്ഷൻ അല്ലെങ്കിൽ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാതെ ഒന്നുമില്ല. ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് അല്ല. ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലോട്ട്, ഈസി ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, അടി ഇടി കുത്ത് ഒന്നുമില്ല. വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള സീക്വൻസസ് ഒന്നുമില്ല. വളരെ ഒരു ചിൽ വൈബിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കാണും. പേരുപോലെ തന്നെ സന്തോഷം തരുന്നൊരു ചിത്രമാണ്. എനിക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പല പ്രൊമോഷൻസിലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ 4 പേര് തമ്മിലൊരു പ്രത്യേകതരം കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നതായിരുന്നു. അപ്പോൾ അത് വിത്ത് ദ ടൈം, ഐ മീൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ബിൽഡായി വന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് സിനിമയിൽ അത് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് സക്സസ്ഫുൾ. ക്യൂട്ടായിട്ടുള്ളൊരു സിനിമ, കളർഫുൾ ആയിട്ടുള്ളൊരു സിനിമ, നല്ലൊരു എൻ്റർടൈനറായിരുന്നു. എനിക്ക് എല്ലാവരും പെർഫോമൻസ് ഇഷ്ടമായി. എല്ലാം നല്ല പെർഫോമൻസ് തെളിയിച്ചിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വിൻസിയുടെ പെർഫോമൻസ് ഞാനൊന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നല്ല രസമായിട്ട് ആ കുട്ടി ആ ക്യാരക്ടർ പോർട്രേ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പ്രതികരണമാണ്. ഇത് നല്ലൊരു ടീമിൻ്റെ കഴിഞ്ഞ 2-3 വർഷത്തെ ഒരു എഫേർട്ടാണ്. നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഇതിലെല്ലാവരും. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഫൈനലി തിയേറ്ററിൽ പ്രിവ്യൂവിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. നാളെ മുതൽ എല്ലാവരും സ്വീകരിക്കുക, കുടുംബമായിട്ട് തിയേറ്ററിൽ പോയി കാണുക. തീർച്ചയായിട്ടും ഒരു ഫാമിലി എൻ്റർടൈനർ, ഏത് ജോണറാണ് നമ്മൾ പറയുന്നത് ആ ജോണറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നൊരു സിനിമയാണ്. കുടുംബങ്ങൾ തന്നെയാണ് തിയേറ്ററിൽ വരേണ്ടത്, വന്ന് ആസ്വദിക്കേണ്ടത്. ബാക്കി അഭിപ്രായങ്ങളായിട്ട് അറിയിക്കുക. താങ്ക് യു. ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഫാമിലീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. എനിക്ക് തോന്നുന്നത് കുറേ കാലമായി ഇങ്ങനത്തെ ഒരു ജോണിലൊരു സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി. പ്രത്യേകിച്ച് ഇന്ദ്രേട്ടൻ്റെ ഇങ്ങനത്തെ ഈ ഒരു ക്യാരക്ടറും മൊത്തത്തിൽ ഒരു
ഫൺ പരിപാടിയായി. ഞാനല്ല കൂടുതൽ പറയേണ്ടത്, കണ്ടത് നിങ്ങളൊക്കെയാണ് പറയേണ്ടത്. താങ്ക് യു. നല്ല സിനിമയായിരുന്നു, വളരെ നല്ല സിനിമ. വെറുതെ ഒരു കാഷ്വലായിട്ട് പറഞ്ഞു പോകാവുന്ന നല്ല സിനിമയല്ല, ഇത് വളരെ നല്ല സിനിമയാണ്. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. വളരെ ഒരു പോസിറ്റീവ് വൈബ് തരുന്നൊരു സിനിമയാണ്. എല്ലാവരും മികച്ച പെർഫോമൻസാണ്. ഇന്ദ്രജിത്തും ശ്രുതിയും വിൻസിയും സത്യാനും എല്ലാവരും അതിഗംഭീരമായിട്ട് പെർഫോമൻസ് ഉണ്ട്. അതിഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഫീൽ ഗുഡായിട്ടുള്ള, കുടുംബ പ്രേക്ഷകർ വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്. ഈ സിനിമ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.